ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമ്മൾ കൊട്ടിയൂർക്ക് പോവാണ് കേട്ടോ. ഉത്സവം നടക്കുകയല്ലേ, ഒന്ന് പോയിട്ട് തൊഴുതിട്ടൊക്കെ വരാം. എൻ്റെ ജനിച്ചു വളർന്ന നാടായതുകൊണ്ട് തന്നെ വോയിസ് ഓവർ ചെയ്യാൻ കുറച്ചുകൂടെ എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഞാൻ. അവൻ വണ്ടി കയറിയപ്പോഴേ കാർത്തുവിൻ്റെ പണി ഉറങ്ങി. അങ്ങനെ നമ്മൾ മാനന്തവാടിയൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല കോടയാണ് കേട്ടോ. ഇപ്പം സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് ഈ കോട, നല്ല കോടയാണ്. അങ്ങനെ അമ്പലത്തിലേക്ക് എത്തിയേ. അമ്പലം സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നിറച്ചും മറ്റേ ഓടപ്പൂവിൻ്റെ കടകളാട്ടോ നിറച്ചും. നല്ല ഭംഗിയുണ്ട്, കുഞ്ഞിതായിട്ടൊക്കെ അല്ല നമ്മളെ കാറിലൊക്കെ തൂക്കാൻ പറ്റിയ അത് കൂട്ടും വലിയതും കുറേ വ്യത്യസ്ത തരങ്ങളായിട്ട് ഓടപ്പൂകളുണ്ട് കേട്ടോ. നിറച്ചും കളിപ്പാട്ടങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻ്റെ മോനെ കാശീനെ ഞങ്ങൾ കുറേ ഒന്ന് ഇതായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ. അവൻ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഓടി ഭയങ്കര കളിയായിരുന്നു. പക്ഷേ നിറച്ചും കടകളാണ് കേട്ടോ. പക്ഷെ നമുക്കും പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക, 20 രൂപയുടെയും 10 രൂപയുടെയും പണ്ടത്തെ കടകളില്ലേ നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ, അതുപോലത്തെ ഒരു നൊസ്റ്റു ഫീലാട്ടോ. ഞങ്ങളിതാ 3 പേരും കൂടെ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഒന്നും മഴയില്ല. നമ്മൾ ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു വന്നത്. നല്ല തിരക്ക് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ നമ്മുടെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഉത്സവം കഴിയാറായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് വണ്ടിയൊക്കെ ഇടാൻ കുറച്ച് പാട് കിട്ടും കേട്ടോ. നമ്മൾ വിചാരിച്ച തിരക്കില്ല, കാരണം ഒഴിവ് ദിവസം പോയതുകൊണ്ടായിരിക്കാം. ഒഴിവ് ദിവസം പോയതുകൊണ്ടാണ് നല്ല തിരക്കുണ്ടാവണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷേ എന്തോ സാഹചര്യങ്ങൾ കൊണ്ട് തലേ ദിവസം ഒന്നും പോകാൻ പറ്റിയില്ല. ഞാൻ തലേ ദിവസം നല്ല പനിയൊക്കെ പിടിച്ചിട്ട് ട്രപ്പൊക്കെ ഇട്ട് ആശുപത്രി കിടപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഭാഗ്യമുള്ളതുകൊണ്ട് പിറ്റേ ദിവസം പോകാൻ പറ്റി. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പോകട്ടോ. അമ്പലത്തിലേക്ക് അക്കരെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നിറച്ചും ചെളിയും കാര്യങ്ങളൊക്കെയാണ്, മഴ പെയ്ത് കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു ഇതറിയില്ല. പാനിപ്പൂരിയൊക്കെ എനിക്ക് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇത് കഴിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇപ്പം കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മണമൊക്കെ മൂക്കിലേക്ക് വലിച്ച് കയറ്റുന്നുണ്ട്. കൊതി വിട്ടോണ്ടാട്ടോ ഞാൻ പോകുന്നത്. അതിപ്പോൾ കാണാം എൻ്റെ ഒരു ആക്ഷൻ അതിൽ. നിറച്ചും ആ കടകളാണ് കേട്ടോ. എല്ലാവരും പുറകെ വരുന്നുണ്ട് കണ്ടോ, ഞാൻ കൊതി വിടുന്നുണ്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇതായിട്ട് ബാവലിപ്പുഴയിൽ നല്ല എല്ലാവരും വരുന്നവരൊക്കെ സൂക്ഷിക്കണേ, നല്ല ഒഴുക്കാണ്. എനിക്ക് തന്നെ ഭയങ്കര പേടിയായി. കാശീനെ എനിക്ക് എടുക്കാൻ പേടിയായിരുന്നു. കാരണം തന്നെ ലിങ്കുമാണ് എടുത്തുകൊണ്ട് നടന്നത്. കാശീനെ ഒന്ന് കാല് കഴിച്ചോളൂ. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അവരാരെയും ശരിക്കും ഇവിടെ മുങ്ങിയിട്ടാണ് പോകേണ്ടത്. ആരെ ഞാൻ മുങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ. എനിക്ക് അത്ര പേടിയാണ്. നല്ല ഒഴുക്ക് കൂടുതലാണ് കേട്ടോ. നമ്മളെ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ അവിടെ ഒന്ന് കാലൊക്കെ കഴിക്കുന്ന ജസ്റ്റ് നമ്മളിങ്ങ് പോന്നു കേട്ടോ. പോകുന്നത് അമ്പലത്തിലേക്ക് എത്താറായത്. കാശി കൊമ്പീനെ കാണണം എന്ന് പറഞ്ഞ് കരച്ചിലാണ്. പക്ഷെ നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണിച്ചു കൊടുക്കാം. ആനകൾ കാശീൻ്റെ ഫേവറേറ്റ് ആട്ടോ ആനകൾ. അവനൊരു ആനപ്രേമിയാണ്, വലിയ ആനപ്രേമി. അങ്ങനെ ആനകൾ നമുക്ക് ശരിക്കും തിരിച്ചു വരുമ്പോൾ കാണാം കേട്ടോ ശരിക്കും. അങ്ങനെ നമ്മളിവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് കാശീനെ ഞാൻ റെയിൻകോട്ട് ഇടിച്ചായിരുന്നു കേട്ടോ, മഴ പെയ്താലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് കാശിക്കുട്ടൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ താഴെ അമ്പലത്തിലേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഈ വെള്ളം ഇങ്ങനെ ചവിട്ടി നടന്ന് ഫുള്ള് നമുക്ക് തൊഴുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. ഞാൻ എല്ലാ വർഷവും എനിക്ക് പരമാവധി ഞാൻ വരാൻ ശ്രമിക്കാറുണ്ട്, വരും. എൻ്റെ നാടും ആയതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷെ ഇങ്ങോട്ട് ഉത്സവ സമയത്തല്ലേ നമുക്ക് വരാറുള്ളൂ. അങ്ങനെ നമ്മൾ വന്നത് കാച്ചു അയ്യപ്പോ എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു പ്രതിഷ്ഠ വേറെ ആടാണ്. അങ്ങനെ കാശി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നടക്കും. നല്ല തിരക്കുണ്ട് കേട്ടോ. ഉള്ളിൽ അത്ര തിരക്കുണ്ട് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ആ ഒരു തിരക്ക് ഞാൻ എൻ്റെ ആഗ്രഹമൊക്കെ പറഞ്ഞിട്ട് നടക്കട്ടെ അല്ലേ എൻ്റെ ആഗ്രഹം. അങ്ങനെ അതൊക്കെ പറഞ്ഞ് വെച്ചു. കാശീൻ്റെ ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കാണുമ്പോൾ കാശിക്കൊരു സ്വഭാവമാണ് ഗൈസ്. അവനെ നമുക്ക് പിടിച്ചു നിർത്താൻ ആർക്കും പറ്റില്ല. അവൻ്റെ വഴിക്ക് വിട്ടേക്കണം വെള്ളം കണ്ട. പക്ഷേ എനിക്ക് പേടിയാട്ടോ അവനെ. ഇത് പിന്നെ വെള്ളം ഒട്ടും ഇതില്ലല്ലോ, നമ്മൾ വെറുതെ നടക്കുന്നതല്ലേ. അത് കാരണം ഞാൻ റെയിൻകോട്ട് നനയ്ക്കണ്ടെന്ന് ഓർത്തിട്ട് റെയിൻകോട്ട് ഊരി വെച്ചു. അവൻ നനഞ്ഞു ഗൈസ് ഫുള്ള്. അവിടെ വന്നവരൊക്കെ കാശിക്കൂട്ടനായിരുന്നു കേട്ടോ നോട്ടം. അങ്ങനെ നമ്മൾ ശരിക്കും തൊഴുതു കേട്ടോ. തിരക്കുണ്ടെങ്കിലും നന്നായിട്ട് തൊഴുതു. കാശി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കയറ്റി വിട്ടു കേട്ടോ. അങ്ങനെ കാശീനെ തൊഴുതു. കാശീൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ അവനെ ആനേനെ കാണിക്കാൻ ചെന്നു. അങ്ങനെ 2 ആനകളുണ്ട് കേട്ടോ. അവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അങ്ങനെ കാശീനെ ആനേനെയൊക്കെ കാണിച്ച് അവന് സന്തോഷമായിട്ടോ. മഴ നനഞ്ഞു. ഇവിടെ ശരിക്കും മഴ നനഞ്ഞ് പ്രദക്ഷിണം ചെയ്യണമെന്നാണ് പറയുക. അതുപോലെ തന്നെ മഴ നനഞ്ഞാണ് ഞങ്ങൾ പ്രദക്ഷിണം ചെയ്തത്. നനഞ്ഞെല്ലാവരും നനഞ്ഞൊരു വകയായിട്ടോ. കാശിക്കൂട്ടനൊക്കെ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അങ്ങോട്ട് പോകുമ്പോഴുള്ള ആഗ്രഹം ഞാൻ തിരിച്ചു വരുമ്പോൾ സാധിച്ചു കേട്ടോ. പാനിപൂരി തിന്നുക. അപ്പോൾ ഒരു പാനിപൂരിയൊക്കെ പറഞ്ഞിട്ട് വെയിറ്റിങ്ങിലാണ് ഗൈസ്. ചേട്ടൻ ആ പാനിയൊക്കെ എടുത്ത് ഒഴിക്കുന്നുണ്ട്. എന്തായാലേ
ശരിക്കും ആ മഴയത്ത് ആ തണുത്ത് പറിച്ച് നിന്നപ്പോൾ ഇത് തിന്നപ്പോൾ ഉണ്ടല്ലോ നല്ല സുഖം കിട്ടിയായിരുന്നു കേട്ടോ. അതാ ചേട്ടൻ തരും. ഇപ്പം എനിക്കിത് കാണുമ്പോൾ വായിലൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. തിന്നാൻ തോന്നുന്നു. അങ്ങനെ ഞാനാണ് കേട്ടോ ടേസ്റ്റർ. ഞാൻ തിന്നുവന്നു. ആഹാ ആഹാ എന്താ രസം. ശരിക്കും സൂപ്പറായിരുന്നു കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. എന്താ അതാ എൻ്റെ കെട്ടിയവനെ നിന്നു. കാശിക്ക് ഞാൻ ഇച്ചിരി കൊടുത്ത് അവനൊരു കടി അടിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഇതാണ് ബിന്ദു ചേച്ചി. ഇത് വയനാട്ടിൽ അവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി കേട്ടോ. ചേച്ചി അവിടെ കട നടത്തുന്നുണ്ടായിരുന്നു. ചേച്ചീൻ്റെ ഫാമിലിയൊക്കെ അവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി എല്ലാ വർഷവും കടയിടുന്നതാണ്. അപ്പോൾ ചേച്ചി എനിക്ക് ഫ്രീ ആയിട്ട് 3 പൂവൊക്കെ തന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഓരോ പൂവൊക്കെ വെച്ച് തന്നു. അങ്ങനെ നമ്മൾ വിറച്ചു കേട്ടോ. എനിക്ക് ശരിക്കും തലേദിവസം ആ പനി ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പാണ്. അങ്ങനെ വിറച്ച് കുത്തി ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. കുറേ സാധനങ്ങൾ, കുറച്ച് പൊരിയും കുറച്ച് സാധനങ്ങളും വാങ്ങി കേട്ടോ. കുറേ ഒന്നും വാങ്ങിയിട്ടില്ല, കുറച്ച് സാധനങ്ങൾ. അതാ കാശിക്ക് കളിപ്പാട്ടം വാങ്ങിയറിയില്ലാണ്. അതാ ഭയങ്കര ചെണ്ടോട്ടിലാണ്. പക്ഷേ ഞാനൊരു ഉടായ്പ് വാച്ച് വാങ്ങിയിട്ടോ. രസം തോന്നിയിട്ട് വാങ്ങിയതാണ്. അധികം നാളൊന്നും നിൽക്കില്ല, പക്ഷെ ഒരു രസം ഇങ്ങനെ വരുമ്പോൾ വാങ്ങണമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ഒരു റിലേറ്റീവിൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ മാറിയായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ പേരെന്താ, ബേൽപൂരി എന്നാണ്. എനിക്കിതിൻ്റെ പേര് വലിയ അറിവില്ല, പക്ഷേ സത്യമായിട്ട് പറയാൻ ഒരു രസമില്ലായിരുന്നു. എനിക്ക് തിന്നപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് വെറുതെ കാണിക്കുന്നതാണ്. അത് വലിയ ടേസ്റ്റൊന്നുമില്ല. വീഡിയോയ്ക്ക് വേണ്ടി സൂപ്പറാന്നൊക്കെ പറഞ്ഞാൽ പുള്ളി എൻ്റെ കയ്യിൽ തന്നു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെനിക്കും വലിയ പിടിച്ചില്ല കേട്ടോ ആ സാധനം. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യേ. ബേൽപൂരിയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. കാശിക്കൂട്ടൻ എന്നോട് തുപ്പിക്കളാന്നൊക്കെ പറയുന്നുണ്ട്. കൊള്ളൂലാന്ന്. അങ്ങനെ നമ്മളെല്ലാം കുറച്ച് സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല ഭാഗ്യം കൊണ്ട്. ശരിക്കും ബ്ലോക്കൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം. ബൈ ഫ്രം ARS വ്ലോഗ്.